രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോഹയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇച്ചിരി ഒരു 3-4 പച്ചമുളകും ഒരു സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ചീനച്ചട്ടി വെച്ചിട്ട് ആദ്യം കപ്പലണ്ടി അങ്ങ് വറക്കുന്നുണ്ട്. കാരണം അതിൽ നിന്ന് കുറച്ചിങ്ങെടുത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ പിള്ളേർക്കൊന്നും കപ്പലണ്ടി ഇടുന്നത് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് ഞാൻ ചേർക്കും. ബാക്കി വേണ്ടിയവർക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കും. ചീനച്ചട്ടിയിലേക്ക് പിന്നെ ഓയിലൊഴിച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വന്നുടനെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പോഹ ഇതിൻ്റെ അകത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് തീ അങ്ങ് ഞാൻ കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള എല്ലാവർക്കും ഉള്ള കപ്പലണ്ടിയും കൂടെ അത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയ്യുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വെണ്ടയ്ക്കകത്ത് തന്നെ സവാളയെ അരിഞ്ഞ് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കും. പിന്നീട് ചെറിയ തീയിൽ അവിടെ ഇടും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അവിടെ റെഡിയായി കിട്ടും. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ചക്കക്കുരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ മെഴുക്കുവരട്ടിക്കായിട്ട് അത് അരിഞ്ഞ് കുക്കറിലൊരു വിസിലടിച്ചെടുത്തേ. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് എന്നിട്ട് ഞാനത് പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതിലേക്ക് നമ്മുടെ ചക്കക്കുരു ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചെറിയ തീയിലിട്ട് മൊരിച്ചെടുത്താൽ മതി. കുറച്ച് നേരം ഞാനിങ്ങനെ ചെറിയ തീയിലിട്ടിരുന്നു. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചേമ്പും കാച്ചിലും ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടൊരു അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ അവിയൽ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കാരണം അതൊന്ന് വെന്ത് കഷ്ണങ്ങളൊക്കെ പിള്ളേർക്ക് ഇവിടെ ചാറാണ് കൂടുതലും വേണ്ടിയത്. അപ്പോൾ അതൊന്ന് വെന്ത് പോകുമ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ അങ്ങ് വയറ്റി ചെല്ലുമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഞാൻ വീണ്ടും ചീനച്ചട്ടിക്കകത്ത് പിന്നെ കഷ്ണങ്ങളിട്ടതിന് ശേഷം അതിലേക്ക് അരപ്പൂടെ ചേർത്തിട്ട് പ്രഷർ വന്നിട്ട് ഞാൻ കുറച്ച് പ്രഷർ അങ്ങ് തുറന്ന് വിട്ടായിരുന്നേ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കണം. അപ്പോൾ സാധാരണ അവിയൽ വെക്കുന്നത് ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം. നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ കൊച്ചുങ്ങളെ ഉദ്ദേശിച്ചാണ്. ഇവിടുത്തെ സാമ്പാറും നല്ല ലൂസായിട്ട് കഷ്ണങ്ങൾ വെന്തെടുക്കുന്ന സാമ്പാറാണ്, അവിയലും അതുപോലെ. അപ്പോൾ ഞാൻ അവിയലിൻ്റെ അകത്ത് പിന്നെ അരപ്പൊക്കെ ചേർത്ത് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഞാനിതിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കും. അപ്പം നമ്മുടെ അവിയൽ തണുക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകും. ഇതിപ്പോൾ ഇച്ചിരി വെന്ത് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കുറച്ചൊക്കെ ഉടഞ്ഞതായത് കൊണ്ട് കുറച്ചൊക്കെ അവരുടെ വയറ്റിൽ ചെല്ലും. സാധാരണ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉടയാതല്ലേ എടുക്കുന്നത്, പെരട്ടി അരപ്പൊക്കെ നല്ല പെരട്ടിയല്ലേ എടുക്കുന്നത്. അത് നമുക്ക് അറിയാം. പക്ഷേ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.